യോന പ്രവാചകനെ പോലെ നമുക്കും നമ്മുടെ കഷ്ടതകളിലും വേദനകളിലും രോഗാവസ്ഥയിലും കടബാധ്യതകളിലും ജോലിയില്ലാതെ വിഷമിക്കുമ്പോഴും ഭവനമില്ലാതെ വിഷമിക്കുമ്പോഴും ജോലിയില്ലാതെ ലഭിക്കുമ്പോഴുമെല്ലാം നമുക്കും കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കാം. യോന പ്രവാചകനെ പോലെ യോനയെ ഈശോ മത്സ്യത്തിനുള്ളിൽ നിന്ന് രക്ഷിച്ചതുപോലെ നമ്മയും നമ്മുടെ കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും രക്ഷിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമുക്കും തീരാം. ഓരോ വചനമെങ്കിലും മറ്റുള്ളവരുമായി പങ്കുവെച്ച് പ്രേക്ഷിത ജീവിതം നയിക്കാം. നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ നാം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം നമ്മൾ പോകും. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് അവരെ വിദ്യാഭ്യാസമുള്ളവരായി നയിക്കുമ്പോൾ അവർ സുഖപരമായി ജീവിക്കും. പക്ഷേ നമുക്കിതൊന്നും കൊണ്ടുപോകാനുള്ളതല്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയുമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയും മധ്യസ്ഥ പ്രാർത്ഥനയുമാണ് ഈശോ നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ കഷ്ടതകളിലും നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ കടമയുണ്ട്. മക്കളെ നല്ലവരായി വളർത്തുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചു. ആ മക്കളെ നല്ലവരായി വളർത്തുവാനും ഈശോയെ ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ സഹായിക്കണമേ. യോന പ്രവാചകനെ പോലെ കഷ്ടതകളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സ്നേഹപിതാവായ ദൈവമേ, എന്നെയും എൻ്റെ ആവശ്യങ്ങളെയും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും മക്കളുടെയും ജീവിത പങ്കാളിയുടെയും സഹോദരങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണേ നാഥാ.